ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു മർഡർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബ്ലാക്ക് വാട്ടർ ലൈൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു രാത്രിയിലെ ഹീറോയിൻ കുറച്ച് ലേറ്റ് ആയിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. അങ്ങനെ കാറിൽ പോകുന്ന സമയത്താണ് റോഡരികിൽ മറ്റൊരു കാർ നിർത്തിയിട്ടിരിക്കുന്നതും അതിനകത്ത് ഒരു ലേഡി ഇരിക്കുന്നതായിട്ടും ഹീറോയിൻ കാണുന്നത്. അങ്ങനെ ഇത് കണ്ട ഹീറോയിൻ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത ദിവസം ന്യൂസിൽ റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഒരു സ്ത്രീ മരിച്ച അവസ്ഥയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണുന്നതും ഹീറോയിന് മനസ്സിലായി ഇന്നലെ താൻ കണ്ട ആ സ്ത്രീ തന്നെയാണ് മരണപ്പെട്ടതെന്ന്. അങ്ങനെ താനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസ്, അതിനുശേഷം ഹീറോയിന് പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് ടെസ്റ്റുകളും ഇതാണ് ഈ മൂവിയിലുള്ളത്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. ഞാനിപ്പോ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സിനിമകളും ക്രൈം ത്രില്ലർ സിനിമകളുണ്ടല്ലോ, അതിലെല്ലാ ടെസ്റ്റുകളും അതേപോലെ തന്നെ വെറൈറ്റി കഥകളായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാടിന് നടുവിലെ അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ വീടാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു വോയിസും കേൾക്കുന്നു. സമ്മർ കഴിഞ്ഞുള്ള മരങ്ങളിൽ നിന്ന് ഇല വീഴുന്ന ആ സമയമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കാണുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. മരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന ഇലകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യവും ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതോടുകൂടി ഈ കഥ തുടങ്ങുമ്പോൾ ഈ വലിയ വീട്ടിൽ താമസിക്കുന്ന ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ക്യാസ്. അവളൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ക്യാസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ കാണിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തോടെ ഹോളിഡേ സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം സംസാരിച്ചിട്ട് ഹീറോയിന്റെ ക്ലാസ്സിൽ തന്നെ ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ അവൻ ഹീറോയിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് സ്കൂളിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ജോൺ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചറിനെ കാണിക്കുന്നത്. അങ്ങനെ അയാളെ കാണുന്നത് ഇപ്പൊ ഹീറോയിൻ ആൻഡ്രോയിനോട് പറയും, ഓക്കെ ഞാൻ തന്ന ബുക്ക് നീ വായിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് ജോൺ ഹീറോയിൻ ഇതുപോലെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവനോടൊപ്പം ആ റെസ്റ്റോറന്റിൽ കഴിക്കാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വെളിയിൽ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്, മഴ വരാൻ പോകുന്നു. അപ്പൊ ജോൺ പറയും, ക്യാഷ് വേണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് തരാം. ഹീറോയിൻ പറയും, ഹേയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞ് അവൾ അവളുടെ കാറിലേക്ക് കയറുമ്പോൾ അവളുടെ ഭർത്താവ് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയും, അല്ല ക്യാസ് നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നേ, എനിക്ക് നല്ല ടയർഡ് ആവുന്നുണ്ട്, ഞാൻ എന്തായാലും കിടക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഞാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നിങ്ങളെ കിടന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഭർത്താവ് നീ വരുമ്പോഴത്തേക്ക് ആ ഒരു കാട് വഴി ഒരിക്കലും വരരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഓടിച്ചോണ്ട് പോകുമ്പോൾ തന്നെ നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ കാട് വഴിയെ അവൾ പോകുന്നു. അതുപോലെ ഇപ്പൊ ഹീറോയിൻ പോകുന്നത് ബ്ലാക്ക് വാട്ടർ ലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെയാണ്. ആ വഴി പോകുമ്പോഴത്തേക്കാണ് ഇരുട്ടില് ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നു. അങ്ങനെ ഹീറോയിൻ വണ്ടി കൊണ്ടുവന്ന് അവിടേക്ക് നിർത്തിയിട്ട് ഈ സമയത്ത് ആരാ ഈ കാറില് എന്ന് പറഞ്ഞ് അവള് ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ അകത്തുള്ളത് ആരാണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുപോലെ ആ കാറിലിരിക്കുന്ന ആള് പ്രതികരിക്കുന്നതുമില്ല. ഹീറോയിൻ ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്ക് അതൊരു ലേഡിയാണെന്ന് മാത്രം മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവളുടെ ഭർത്താവ് വന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹീറോയിന് കോഫി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, ആ ബ്ലാക്ക് വാട്ടർ ലൈനല്ലേ അവിടെ കാറിനകത്തൊരു സ്ത്രീ മരിച്ചു കിടന്നായിട്ട് ന്യൂസിൽ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നതും ഇപ്പൊ അവളുടെ ഭർത്താവ് അറിയാതെ അവൾ ഫോൺ കൊടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ഈ ന്യൂസ് സത്യമാണോ ഇല്ലേ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്നലെ രാത്രി അവൾ കണ്ട അതേ കാർ തന്നെയാണ്. അതും കൂടാതെ അതിൽ എഴുതിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് പോലീസിന് ഇതൊരു സാധാരണ മരണമായിട്ട് തോന്നുന്നില്ല, അതൊരു കൊലപാതകമായിരിക്കണം. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ വെളിയിലേക്ക് പോയാണ്ട് റെഡി ആവുകയാണ്. അതുപോലെ ഇവരുടെ ബംഗ്ലാവില് ഈ റെനോവേഷൻ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു റൂമിലെ സ്ക്രീനെല്ലാം വെച്ച് മൂടി വെച്ചേക്കാണ്. അപ്പൊ അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല ഇതിനു വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടറെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നല്ലൊരാളെ നോക്കി കണ്ടുപിടിക്കാൻ നോക്കുമെന്നും പറഞ്ഞു. ഓക്കെ ഞാൻ എന്തായാലും വെളിയിൽ പോവാണ്, റേച്ചലിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റേച്ചലിനെ കാണാൻ വേണ്ടി അവള് വെളിയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് റേച്ചലും ഹീറോയിനും ഒരു റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിക്കുകയാണ്. അതുപോലെ റേച്ചലാണെങ്കിൽ ഹീറോയിന്റെ ഭർത്താവിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ റേച്ചൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം രണ്ടുപേരും സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് റേച്ചൽ ഹീറോയിനോട് പറയുന്നത്, അല്ല നിന്റെ കൊളീഗായിട്ടുള്ള ജോൺ ഇല്ലേ, അവൻ നിന്നോട് ക്രഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ലില്ല അവൻ അങ്ങനെയൊന്നുമില്ല, കാരണം അവനും വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, അവന്റെയും കല്യാണം കഴിഞ്ഞതാണ് എന്ന് ഹീറോയിൻ പറയും. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് സൂസി എന്ന് പറഞ്ഞ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പോൾ ഹീറോയിൻ പറയും അവൾക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറയുമ്പോൾ റേച്ചൽ ചോദിക്കും, അല്ല നീ ഇതുവരെ അത് വാങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് വേറെ ഒന്നുമല്ല, ഇവരുടെ എല്ലാ സുഹൃത്തുക്കളും പണമെല്ലാം കളക്ട് ചെയ്ത് ആ പണമെല്ലാം ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. പക്ഷെ അവൾക്ക് അത് ഓർമ്മയില്ല എപ്പോഴാണ് ഈ പണം കൊടുത്തതെന്നോ എത്രയാണ് കൊടുത്തതെന്നോ ഒരു കാര്യവും. ഇപ്പൊ ആ കാര്യം റേച്ചൽ ഓർമ്മിപ്പിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അങ്ങനെയാണെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ബ്ലാക്ക് വാട്ടർ ലൈനിൽ നടന്ന ആ ഒരു കൊലപാതകം അത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നല്ല പേടിയുണ്ട്, കാരണം അവൾ ആ ഒരു കാര്യം കണ്ടിട്ടും കൂടിയാണല്ലോ വന്നിട്ടുള്ളത്. അതിനു മുന്നേ അവൾ ആ കാറും ആ സ്ത്രീയെയും കാണുകയും കൂടി ചെയ്തു.
അതുകൊണ്ട് തന്നെ അവൾ വീടിനകത്തേക്ക് കയറിയിട്ട് ഡോറെല്ലാം നല്ലതുപോലെ ലോക്ക് ചെയ്ത് അവളുടെ റൂമിലേക്ക് വന്ന് ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു സ്ട്രേഞ്ചർ ദൂരെ നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ പിറയിലൂടെ അവളുടെ ഭർത്താവ് എന്ന് അവളെ വിളിക്കുന്നതും ഹീറോയിൻ അങ്ങ് പേടിച്ചു പോവും. ഇതാരെ എന്റെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നേ എന്ന് പറഞ്ഞ് ഹീറോയിൻ പേടിച്ചിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പിറകിൽ അവളുടെ ഭർത്താവ് നിൽക്കുന്നതും ഹീറോയിൻ കുറച്ചുകൂടി പേടിച്ചു പോവും. അപ്പൊ അവനോട് പറയുന്നേ നമ്മുടെ വീടിന് മുന്നിൽ ആരോ ഒരാൾ നിൽക്കുന്നു, ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്കും വീടിന് മുന്നിൽ ആരെയും കാണുന്നില്ല. അപ്പൊ അവൻ വിചാരിക്കും അല്ല നീ ചിലപ്പോ അതെല്ലാം വെറുതെ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ല, ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്യുന്നതല്ല, ഞാനത് ശരിക്കും കണ്ടു എന്ന് ഹീറോയിൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സൂസി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേക്ക് പോവാണ്. ഹീറോയിനും ഉണ്ട് അവളുടെ ഭർത്താവും ഉണ്ട്. രണ്ടുപേരും അതിനകത്തേക്ക് ചെല്ലുമ്പോൾ റേച്ചൽ അവിടെ നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് റേച്ചൽ മറ്റൊരു കാര്യം പറയുന്നത്. ആ കാറിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് റേച്ചലിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കല്ല ആ പെണ്ണ് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ റേച്ചൽ പറയും ഇല്ല, എനിക്ക് അത്ര നല്ലതുപോലെ അറിയത്തില്ല, കാരണം അവർ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവരുടെ പേര് ജെയിൻ ആണെന്ന് പറയുമ്പോൾ ഈ കാര്യം ഹീറോയിൻ മനസ്സിലാക്കും. അതുപോലെ റേച്ചൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ജെയിന് ട്വിൻസ് ആയിട്ടുള്ള 2 കുട്ടികളുണ്ട്, ആ കുട്ടികളെ ഇനി അവളുടെ ഭർത്താവ് എങ്ങനെ വളർത്തും എന്ന് റേച്ചൽ പറയുമ്പോൾ ഇവിടെയാണ് ഹീറോയിന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താന്ന് വെച്ചാൽ റേച്ചൽ കൂട്ടിക്കൊണ്ടുപോയ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ജെയിനിനെ ആൾറെഡി ഹീറോയിൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ഇവർ രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിക്കുകയും ചെയ്തു, രണ്ടുപേരുടെ ഫോൺ നമ്പരും അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുകയെല്ലാം ചെയ്തു. അതുപോലെ അടുത്ത ആഴ്ച തന്റെ കുട്ടികളെ കാണിച്ചു തരാമെന്നും ജെയിൻ ഇവളോട് പറഞ്ഞിരുന്നു. ആ കാര്യം ഇപ്പോഴാണ് ഹീറോയിന് ഓർമ്മ വരുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ സൂസി വന്നിട്ട് ഇവരെ രണ്ടുപേരെ കണ്ടിട്ട് ബർത്ത്ഡേ വിഷസ് എല്ലാം കൊടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോൺ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാൾ ഇവിടെ നിൽക്കുന്നു. അപ്പൊ സൂസിയോട് ചോദിക്കും അയാളെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഓ ജോണോ, ജോണിന്റെ ടെന്നീസ് കോച്ചാണ് എന്ന് പറയുമ്പോൾ ജോൺ നേരെ ഇവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ കാണും. അപ്പോൾ ഹീറോയിൻ തന്റെ ഭർത്താവിനെ അവന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഈ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്ന് കിടക്കുന്ന സമയത്താണ് അവളുടെ ഭർത്താവ് ജെയിനിന്റെ ഫോട്ടോ എല്ലാം പോലീസ് റിലീസ് ചെയ്തെന്ന് പറഞ്ഞ ആ ഫോട്ടോ ഹീറോയിന് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഹീറോയിൻ അവളുടെ ഭർത്താവിനോട് പറയുന്നത് ദേ ഇവരാണ് എനിക്ക് നമ്പർ തന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ നടന്ന ഈ കൊലപാതകം ജെയിനെ ടാർഗറ്റ് ചെയ്ത ഒരാൾ കൊന്നാണോ ഇനി ഒരു സീരിയൽ കില്ലർ ചെയ്താണോ എന്ന് മാത്രം ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടല്ലോ, അതെന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം, കൂടാതെ ഒരു നായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്ന് ഹീറോയിൻ തന്റെ ഭർത്താവിനോട് പറയുമ്പോൾ ആ ഭർത്താവ് പറയും ഓക്കെ അതെല്ലാം ചെയ്യാം, ഞാനിപ്പോൾ എന്തായാലും ഡോർ ലോക്കാണോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയിൻ ഒരു കോൾ വരുന്നു. അവൾ ഫോൺ എടുത്തിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മറുവശത്ത് നിന്ന് ആരും സംസാരിക്കുന്നില്ല, എന്തോ ഒരു എരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഭർത്താവ് അകത്തേക്ക് വന്നിട്ട് അല്ല കാസ് ഈ സമയത്ത് ആരെയാ നീ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അറിയത്തില്ല, ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ റോങ് നമ്പർ വല്ലതും ആയിരിക്കും എന്നും പറഞ്ഞ് ഇവർ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ടിവിയിലും ജെയിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കൊലപാതകത്തെ പറ്റിയുള്ള ന്യൂസാണ് കാണിക്കുന്നത്. അതുമല്ല പോലീസിന് ഇതുവരെയും കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ സഹായം ജെയിൻ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ഭർത്താവ് ചോദിച്ചായിട്ടും ടിവിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടിപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ കാര്യം കാണുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ടിപ്പ് ലൈൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ ടിപ്പ് ലൈൻ ഡയൽ 1 മർഡേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി നമ്മൾ ഇതിനു മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. ആ മൂവി ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കണ്ടേക്ക, ദേ മോളില് അതിന്റെ ലിങ്ക് ഉണ്ടാവും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് വീടിനകത്തേക്ക് ആര് വന്നതുപോലെ. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും അവളുടെ ഭർത്താവാണെന്ന്. അങ്ങനെ അവൾ ഓരോ റൂമിൽ നടന്നു നോക്കുമ്പോൾ എന്തോ ഒരു നിഴല് അവളെ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അത് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആ സമയത്താണ് ഹീറോയിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ നേരത്തെ പോലെ തന്നെയാണ്, ഒരു എരച്ചിലെ ശബ്ദം മാത്രം, ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ വീടിന് വെളിയിൽ ആരോ ബെല്ലടിക്കുന്നുണ്ട്. വന്ന് ഡോർ തുറക്കുമ്പോൾ ഇത് ഈ ഹോം സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. ഹീറോയിന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഇയാൾ വരേണ്ടത് നാളത്തെ ദിവസമാണ്. അതുപോലെ വീട്ടിൽ എത്ര സെൻസർ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇയാൾ വരേണ്ട ദിവസം ഇന്നല്ല, നാളെയാണ്. അപ്പോൾ അയാൾ പറയും അല്ല ഈ ഏരിയയിൽ വേറൊരു വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അവിടെ ക്യാൻസൽ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അല്ല വീട്ടിൽ എവിടേക്കാ സെൻസർ വെക്കേണ്ടേ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയിൻ എന്തായാലും ജോലിക്കാരനാണല്ലോ, അതുകൊണ്ട് തന്നെ അയാളെ അകത്തേക്ക് വിടുന്നു. അപ്പോൾ ആ ടെക്നീഷ്യൻ അകത്തേക്ക് കയറിയിട്ട് ഇവിടെ അടുത്ത് ആ ഒരു ബ്ലാക്ക് വാട്ടർ ലൈനിലാണ് കൊല നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊലയാളി ഇവിടെ എല്ലാം ചുറ്റി നടക്കുന്നുണ്ട്. എന്തായാലും അത് ഞങ്ങൾക്ക് നല്ലതായിപ്പോയി, കാരണം ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ടെക്നീഷ്യനെ കാണുമ്പോഴും നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ പറയും അതെ നിങ്ങൾ പോയിട്ട് എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ വരൂ എന്ന് പറയുന്നതും അവൻ പറയും കുഴപ്പമില്ല, ഈ ബംഗ്ലാവിന്റെ ലേ ഔട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ട് ടെക്നീഷ്യനെ ഇവിടേക്ക് അയക്കാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരി പോകുന്നത് ബ്ലാക്ക് വാട്ടർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ജെയിൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ മരിച്ചു കിടന്നല്ലോ, ആ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് എല്ലാവരും അവിടെ പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയിനും അതുപോലെ തന്നെ അവിടെ ചെന്ന് പൂക്കളെല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു ഇയർ റിംഗ് ഉണ്ടല്ലോ അത് കിടക്കുന്നു. ഹീറോയിൻ അതെടുത്ത് കയ്യിലേക്ക് വെച്ചേക്കും. ആ സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു കുറുക്കൻ വന്ന് ഹീറോയിനെ നോക്കുന്നതും
ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ പെട്ടെന്ന് കാറും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് തന്റെ ഡ്രോയർ തുറന്ന് അതിനകത്ത് നോക്കുമ്പോഴാണ് അവളുടെ കയ്യിലുള്ള ഇയറിങ്ങിന്റെ മറ്റൊരു പേര് അതിൽ കിടക്കുന്നു. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും, അല്ല എന്റെ ഇയറിങ് എങ്ങനെ അവിടെ വന്നു എന്നുള്ള സംശയത്തിലെ കുറച്ചു നേരം ആലോചിക്കും. കാരണം ആ ഒരു ക്രൈം സീനില് അവളുടെ ഇയറിങ് വീഴണമെന്നുണ്ടെങ്കിൽ അവൾ അവിടെ പോയിട്ടുണ്ടാവണം. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഹീറോയിൻ വൈനെല്ലാം കുടിച്ച് ഇപ്പോ ബാത്ടബിൽ കിടന്ന് പതിയെ വെള്ളത്തിലേക്ക് മുങ്ങും. അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ആരും ഒരാൾ വന്ന് കാലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചെടുക്കും. ഇത് കണ്ട് ഹീറോയിൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇതുപോലെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ഭർത്താവ് പറയും, ശരി ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കാം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല അത് വേണ്ട, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് കൺഫേം പറയാൻ കഴിയുന്നില്ല, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവൻ പറയും, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നതും ഇപ്പോൾ വീടിന് വെളിയിൽ ആരോ വന്ന് ബെല്ലടിക്കുന്നു. ഹീറോയിൻ വന്ന് ഡോർ തുറക്കുമ്പോഴാണ് അതൊരു ലേഡി പോലീസും ഒരു കോൺസ്റ്റബിളും. അപ്പോൾ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാളോട് ഞാൻ പറഞ്ഞതാണല്ലോ പോലീസിനെ വിളിക്കേണ്ടെന്ന്, പിന്നെ ഇതിനെ അയച്ചെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ അപ്പോൾ ആ ലേഡി ഓഫീസർ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യത്തിനാണ്. ഇപ്പൊ അവരകത്തേക്ക് കയറി വന്നിട്ട്, ഓക്കെ ഞങ്ങൾ വരാനുള്ള കാരണം ജെയിൻ മരിച്ച ആ സ്ഥലത്ത് അന്ന് രാത്രി നിങ്ങളും അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഒരാൾ ടിപ്പ് ലൈനിൽ വിളിച്ച് പറഞ്ഞിരുന്നു, അതനുസരിച്ചാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഓക്കെ അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു, അന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ കാർ അവിടെ കണ്ടത്, പക്ഷെ അതിനകത്ത് ജെയിൻ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഓഫീസർ ചോദിക്കും, ഓക്കെ അങ്ങനെയുള്ള രാത്രിയിലെ ഒരാൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് നിങ്ങൾ ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാറിനകത്തിരിക്കുന്ന ആളെ കണ്ടിട്ട് സഹായം വേണമെന്ന് തോന്നിയില്ല, അതേപോലെ കാറിനകത്ത് ജെയിൻ ആണുള്ളതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല, അതാരാണെന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസമാണ് ജെയിൻ അവിടെ മരിച്ചെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയില്ല, വേറെ ആരും ഞാൻ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ ആ ഓഫീസർ അവിടെ നിന്ന് പോകുന്നതും, അല്ല നീ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞേ എന്ന് ദേഷിച്ച് തന്നെ സംസാരിക്കും. കാരണം വേറെ ഒന്നുമല്ല, അന്ന് ആ വഴിയെ വരണ്ടെന്ന് ഹീറോയിന്റെ ഭർത്താവ് അവളോട് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു. അല്ല ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ ഈ കിച്ചണിലെ ജനാല തുറന്നു നിൽക്കുന്നത് ഹീറോയിൻ കണ്ടിട്ട് ഓടി അവിടേക്ക് ചെന്ന് അത് കൊലയാളിയായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത്, അതുമല്ല പോലീസിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത് കൊലയാളി തന്നെയായിരിക്കും, അത് എന്നെ പെടുത്താൻ വേണ്ടി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് പറയുന്നത്, ഓക്കെ ഞാൻ എന്തായാലും ജോലിയുടെ ആവശ്യമായിട്ട് വെളിയിലേക്ക് പോകാൻ പോവാണല്ലോ, അതുകൊണ്ട് തന്നെ ഹോം സെക്യൂരിറ്റി ഉടനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഹീറോയിൻ പറയും, അല്ല നിങ്ങളെന്നാ ഈ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത്? അപ്പോൾ അവൻ പറയും, ഞാൻ ഇത് ഒരാഴ്ച മുന്നേ എന്നോട് പറഞ്ഞാണല്ലോ. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ലില്ല നിങ്ങൾ ഒരാഴ്ച മുന്നേ എന്നോട് ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹീറോയിൻ അത് മറന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ഇപ്പോൾ വെളിയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നു. സാധാരണ പോലെ തന്നെയാണ് എടുത്ത് സംസാരിക്കുമ്പോൾ ആ എരിച്ചിലെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അങ്ങനെ ഡോർ തുറന്ന് വെളിയിലേക്ക് വരുന്നതും അവിടെ വെളിയിൽ അവളുടെ സ്റ്റുഡന്റ് ഇരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ അവനോട് ചോദിക്കും, അല്ല നീ എന്താ ഇവിടെ വന്നേ, നിനക്ക് ഈ വീട് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ ബംഗ്ലാവ് നിങ്ങളാണ് വാങ്ങിയെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ വന്നത് ഈ ബുക്ക് വായിച്ചു തന്നു ടീച്ചർ, അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിലെ ടീച്ചർ ഈ ബംഗ്ലാവ് നിങ്ങൾ വാങ്ങുന്നതിന് മുന്നേ ഇത് ആൾ താമസമില്ലാതെ കിടക്കുമായിരുന്നു, ഇവിടെ പ്രേതങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ആ റീസെന്റ് ആയിട്ട് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാം എന്ന് ഹീറോയിൻ പറയുന്നതും അവൻ ആ ബുക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് സ്കൂളിലേക്കാണ്. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരൊറ്റ ആളെ പോലും കാണാനില്ല. ഷെടാ ഇവരെല്ലാം അവിടെ പോയി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് ജോൺ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടല്ലോ അയാൾ പുറകിൽ വരുന്നത്. അല്ല നിങ്ങളെന്താ ഇവിടെ വന്നേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതുപോലെ കുട്ടികൾക്കെല്ലാം ടെന്നീസ് അതിന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, ഞാൻ ഇതുപോലെ മേരി ടീച്ചർ വിളിച്ചിട്ടാണ് വന്നത്, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ വന്നപ്പോൾ ആളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ജോൺ പറയും, അല്ല മേരി ടീച്ചർ ഇന്നലെ തന്നെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയല്ലോ. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല മേരിയാണ് എനിക്ക് ഇന്നലെ മെസ്സേജ് ചെയ്തത് ഇതുപോലെ മീറ്റിംഗ് ഉണ്ട് സ്കൂളിലേക്ക് വരണമെന്ന്. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ മെസ്സേജ് പോലും കാണുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡ് അത്ര ശരിയല്ല എന്ന് ഹീറോയിൻ പറഞ്ഞ ആ ഒരു ഫോൺ അകത്തേക്ക് വെച്ചിട്ട്, അല്ല അടുത്ത് കിടന്ന ആ ഒരു കൊലപാതകൻ ജെയിനിന്റെ അത് നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും, അതെ ഞാനും അവൾ ഒരുമിച്ചാണ് ടെന്നീസ് കളിച്ചിരുന്നത്, നല്ലൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ജെയിനിന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനും ജെയിനും ഒരുമിച്ച് ടെന്നീസ് കളിക്കുന്നത് അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം കളിക്കുന്നത് നിർത്തിയിരുന്നു എന്ന് ജോൺ പറയുന്നതും ഹീറോയിൻ പറയും, ഓക്കെ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ രാത്രിയിൽ ഹീറോയിൻ ഒറ്റയ്ക്കാണ് വീട്ടിലെ, അതുമല്ല അവളുടെ ഭർത്താവാണെങ്കിലോ ജോലിയുടെ ആവശ്യമായിട്ട് വെള്ളിരാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അവളോടൊപ്പം കൂട്ടുകിടക്കാനായിട്ട് റേച്ചൽ ഉണ്ടല്ലോ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളിപ്പോൾ പറയും അവൾക്ക് ക്ലയന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഇപ്പോൾ വെളിയിലേക്ക് പോയ ഹീറോയിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവൻ വിളിച്ചിട്ട്, അല്ല റേച്ചൽ വന്നില്ലേ? ഇല്ല അവൾക്ക് വേറെ എന്തൊരു ജോലി ഉണ്ടെന്ന്. കുഴപ്പമില്ല ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത് അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് വീടിനകത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ശബ്ദം കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ബംഗ്ലാവിനകത്ത് റെനോവേഷന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് സ്ക്രീൻ ഇട്ടിരുന്നല്ലോ, അതിനുള്ളിൽ എന്തോ ഒരു നിഴല് കാണുന്നതും ഇത് കണ്ട ഹീറോയും പേടിച്ച് താഴെ വീഴും. അപ്പോഴാണ് അവളുടെ ഫോണിൽ വീണ്ടും ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ
ആരും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവള് കട്ടിലേക്ക് കിടന്നിട്ട് നല്ലതുപോലെ കരയും. കരഞ്ഞ് അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് കുറെ കഴിഞ്ഞിട്ട് ആരോ ഒരാൾ അവളുടെ പേര് വിളിക്കുന്നത് പോലെ. അപ്പോഴാണ് ഹീറോയിൻ അമ്മ നീനെ വിളിക്കുന്നു. അപ്പൊ അവളുടെ അമ്മയുടെ ശബ്ദം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡ്റൂമിൽ ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു രൂപം കണ്ടിട്ട് ഹീറോയിൻ പേടിച്ച് വെളിയിലേക്ക് വന്ന് ഡോർ അങ്ങടയ്ക്കും. അതുമല്ല റൂമിനകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നത് പോലെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോയിൻ പേടിച്ചിട്ട് ആരാ അതിനകത്തുള്ളേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് അവസാനം എമർജൻസി നമ്പറിലേക്ക് വിളിക്കും. എന്നിട്ട് ഇതേപോലെ വീടിനകത്ത് ആരോ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസ് വരുന്നു. അങ്ങനെ പോലീസ് വന്നിട്ട് വീടെല്ലാം പരിശോധിക്കുമ്പോൾ വീടിനകത്ത് ഹീറോയിൻ അല്ലാതെ വേറെ ആരുമില്ല. അതേപോലെ തന്നെ അവൾ പറഞ്ഞതുപോലെ സാധനങ്ങളൊന്നും തകർന്നിട്ടൊന്നുമില്ല. അപ്പോഴാണ് ആ പോലീസുകാരി ഹീറോയിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 2 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിൻ ഒരു സൈക്കാട്രിക് വാർഡിലെ പേഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഈ പോലീസുകാരി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി പേടിക്കുന്നതിന് കാരണം ഇതായിരിക്കും എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഹീറോയിൻ ഇപ്പൊ ആ ഒരു ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അടുത്തുള്ള സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി താമസിക്കും. അതുപോലെ അവിടെ ഹീറോയിനെ കാണാൻ വേണ്ടി ജോൺ എന്ന് പറഞ്ഞ അവനും വരുന്നുണ്ട്. അതുപോലെ ഇന്നലെ രാത്രി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾ ജോണിനോട് പറയും. അപ്പൊ ജോൺ ചോദിക്കല ഭർത്താവ് വീട്ടിലില്ലേന്ന് ചോദിക്കുമ്പോൾ സൈറ്റ് വിസിറ്റിങ്ങിനായിട്ട് അദ്ദേഹം വെളിയിൽ പോയി എന്നുള്ള കാര്യം പറയും. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്, എടുത്ത് സംസാരിക്കുമ്പോൾ മറുവശത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ എന്റെ സ്റ്റുഡന്റ് അവന് ഇടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു, അതും എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ ജോൺ പറയും ഇല്ലല്ല നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് അവളുടെ ഭർത്താവ് വരികയാണ്. അതുപോലെ ഹീറോയിന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവൾക്ക് മാനസികമായിട്ടും പ്രശ്നം ഉണ്ടായിട്ട് ഈ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ചികിത്സയെല്ലാം എടുത്തത്. അതിന്റെ ഫലമായിട്ട് മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും ഇവൾക്ക് എങ്ങനെയെല്ലാം തോന്നുന്നത് എന്നാണ് അവളുടെ ഭർത്താവ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും ഇല്ലില്ല നിങ്ങൾ പറയുന്നത് പോലെ ഇതെനിക്ക് തോന്നുന്നതൊന്നല്ല എന്ന് അവള് പറയുന്നതും ഓക്കെ എന്തായാലും നമുക്ക് ഭർത്താവിനെ ഹീറോ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇപ്പോൾ ഹീറോ പറയും ഓക്കെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ വീട് വരെ ഒന്ന് പോയിരുന്നു, അവിടെ ഹോം സെക്യൂരിറ്റി അത് അവർ ഇൻസ്റ്റാളേഷൻ ചെയ്യാണ്, അതുപോലെ അത് ചെയ്യാനുള്ള സൈൻ നീ ചെയ്തു കൊടുത്തതായിട്ടും അവർ എനിക്ക് കാണിച്ചു എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അല്ല ഞാൻ അവർക്ക് സൈൻ ചെയ്ത് കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല നിങ്ങളില്ലാതെ ഞാൻ ഒരു തീരുമാനം എടുക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ശരി ആ ഒരു കോൺട്രാക്ടിന്റെ കോപ്പി കാണിച്ചേ എന്ന് പറയുമ്പോൾ ഹീറോ പറയും അതെന്തായാലും ഞാൻ പിന്നെ കാണിച്ചു തരാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം ഹീറോയിൻ എപ്പോൾ എഴുന്നേറ്റ് ആ ഒരു കോൺട്രാക്ട് പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഹീറോയിൻ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് ചെയ്തെന്നുള്ള കാര്യം ഹീറോയിൻ ഇപ്പോഴും അറിയത്തില്ല, അത് ഓർമ്മയില്ല അവൾക്ക്. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിൽ ഹാലൂസിനേഷൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെർച്ച് ചെയ്യുന്നു. കാരണം വേറെ ഒന്നല്ല അവൾക്ക് ഇപ്പോൾ അവളോട് തന്നെ സംശയമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഹീറോയിൻ അവളുടെ ഗാർഡനിൽ നിൽക്കുമ്പോൾ ജെയിൻ മരിച്ചിടുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വന്നിട്ട് ദേ ജെയിൻ മരിച്ചത് എങ്ങനെയാണെന്നറിയോ, ആ കൊലയാളി അവളുടെ കഴുത്തിൽ കത്തി വെച്ച് മുറിക്കുമായിരുന്നു, ഇപ്പോഴാണ് ഞാനത് അറിഞ്ഞതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അല്ല ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കാതെന്ന് പറയുമ്പോൾ അല്ല ഞാനിത് ഇപ്പോഴല്ലേ പറയുന്നേ, ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നതും ഇവരുടെ വീടിന് വെളിയിലൊരു കാറ് വരുന്നു. അത് വേറെ ആരെല്ല ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ അവരാണ്. അപ്പോൾ ആ പോലീസുകാരി അവിടേക്ക് വന്നിട്ട് ഹീറോയിനോട് ചോദിക്കും ജെയിൻ എപ്പോഴെങ്കിലും അവളുടെ ഭർത്താവിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതേ പറഞ്ഞിട്ടുണ്ട്, അയാളെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയോട് ചോദിക്കും അല്ല നിങ്ങൾക്ക് ജെയിനെ പറ്റിയോ അവളുടെ ഭർത്താവിനെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കുമ്പോൾ അവിടെ ജെയിൻ വന്നിട്ടുണ്ടായിരുന്നു, അതല്ലാതെ എൻ്റെ ഭർത്താവിനെ ജെയിനെ പറ്റി ഒരു കാര്യങ്ങൾ അറിയത്തില്ല. കൊല നടന്ന അന്നത്തെ ദിവസം ഒരു 11:45 ഞാൻ വീട്ടിലേക്ക് വന്നത്, അന്ന് ഗസ്റ്റ് റൂമിലായിരുന്നു എൻ്റെ ഭർത്താവ് കിടന്ന് ഉറങ്ങിയത് എന്നുള്ള കാര്യം ഹീറോയിൻ ഈ പോലീസുകാരോട് പറയുന്നതും അവരിത് കേട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിന്റെ വീടിന് മുന്നിൽ ഒരു ലെറ്റർ കിടക്കുന്നു. അത് ജെയിൻ എന്ന് പറഞ്ഞ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവ് എഴുതിയിട്ടുള്ളതാണ്, അവന്റെ പേര് അലക്സ് എന്നാണ്. ഇപ്പോൾ ജെയിനും ഹീറോയിനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ജെയിൻ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം, എൻ്റെ കുട്ടികൾക്ക് അത് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞാണ് ആ ലെറ്റർ ഉള്ളത്. അങ്ങനെ അത് വായിച്ചിട്ട് ഹീറോയിൻ വെളിയിലേക്ക് നോക്കുമ്പോൾ ഈ വീടിന് മുന്നിലൂടെ അവളുടെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ അവൻ സൈക്കിളിൽ പോകുന്നു. അതുപോലെ ഹീറോയിനെ കാണുമ്പോഴത്തേക്കും അവൻ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ മനസ്സിലായി ഇവൻ എന്തിന്റെ ഈ ഏരിയയിൽ കിടന്ന് ചുറ്റി കറങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ റേച്ചലുമായിട്ട് സംസാരിച്ച് പോവാണ്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ തന്നെ നല്ല പേടിയുണ്ട്, ജെയിനെ കൊന്ന ഒരു കൊലയാളിയെ പോലീസ് പിടിക്കുന്നത് വരെ എനിക്ക് ഒട്ടും സമാധാനമില്ല എന്ന് പറയുമ്പോഴാണ് ആ ഒരു ഫ്രണ്ട് റേച്ചലുണ്ടല്ലോ അവള് പറയുന്നത് ജെയിനെ കൊന്ന ഒരു കൊലയാളി അടുത്തതായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അങ്ങനെയാണെങ്കിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ആ വീട് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്, പക്ഷേ എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്ക് ഹാലൂസിനേഷനാണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ റേച്ചലിനോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് അലക്സിന്റെ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അലക്സ് നിങ്ങൾ എന്തായാലും കാണാൻ വന്നത് ഒരുപാട് സന്തോഷമുണ്ട്, ജെയിൻ അന്നത്തെ ദിവസം
ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ കാര്യം സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കല്ല എന്തുകൊണ്ട് അങ്ങനെ പറയാൻ. ഇല്ല, അന്ന് രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ, അതിനു വേണ്ടിയിട്ടാണ് അവൾ അന്ന് പോയത്. അല്ല, അതിനെപ്പറ്റി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ അലക്സ് പറയും ജെയിനോടൊപ്പം ഒരുത്തൻ ടെന്നീസ് കളിക്കാറുണ്ട്, ഇനിയിപ്പോൾ അവനെ കാണാനാണ് അവൾ പോയത് എന്നുള്ളൊരു സംശയവും അലക്സിനുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും ഹേയ്, ജെയിൻ ഒരിക്കലും അങ്ങനെയുള്ള സ്ത്രീയല്ല, നിങ്ങളോടും കുട്ടികളോടും അവൾക്ക് നല്ല സ്നേഹമായിരുന്നു എന്ന് ഹീറോയിൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി വന്നിട്ടുണ്ട്, ഒരു ബേബി ചെയർ. മറ്റൊരു ടീച്ചറിന് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കാൻ വേണ്ടി ഹീറോയിൻ ഈ അടുത്തിടയ്ക്ക് ബേബി സ്റ്റോറിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേണ്ടി ഞാനൊന്ന് ഓർഡർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും അല്ല, നീ ഓർഡർ ചെയ്യാതെ എങ്ങനെ ഈ ഒരു ബേബി ചെയർ ഇവിടേക്ക് വന്നേ, ഇനി നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഞാൻ പ്രഗ്നന്റും അല്ലാതെ പോലെ തന്നെ ഈ ഒരു ചെയർ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, നീ ഇപ്പോൾ നല്ല കുഴപ്പത്തിലാണ്, അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കാണാം. കാരണം ഇപ്പോൾ 1-2 ദിവസമായിട്ട് നീ ശരിയല്ല, ഈ കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്തില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ബേബി ചെയർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തിട്ട് അത് ചെയ്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്കൊരു ചെക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിഷമം ഹീറോയിനുണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഡോക്ടറിനെ കാണാൻ പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ ഓർമ്മയൊന്നും കിട്ടുന്നില്ല, അവൾ പല കാര്യങ്ങളും മറന്നു പോകുന്നു. അപ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത് ക്യാസിൻ്റെ അമ്മയ്ക്ക് 55 വയസ്സിൽ ഡിമെൻഷ്യ വന്നിട്ടുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ക്യാസിനും ഈ സമയത്ത് അത് വരാനായിട്ട് സാധ്യതയുണ്ട്, കാരണം ഡിമെൻഷ്യ ഈ പ്രായത്തിൽ വരാനും ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിന് ആകെ ടെൻഷനായി. ഇപ്പൊ അത് കഴിഞ്ഞ് മരുന്നുകളെല്ലാം വാങ്ങിയിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഹീറോയിൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഇവിടെ അലക്സിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ആ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അവർ അലക്സിനെ കാണാനായിട്ട് ചെല്ലുന്നു. അവിടെ വെച്ച് അലക്സ് ഹീറോയിൻ വീട്ടിൽ വന്ന കാര്യമെല്ലാം അവരോട് പറയും. അതുമല്ല, ഹീറോയിൻ വീട്ടിൽ വന്ന് പോയതിന് ശേഷമാണ് അലക്സിനൊരു കാര്യം ഓർമ്മ വന്നത്. ജെയിൻ അവനോടൊരു കാര്യം പറഞ്ഞിരുന്നു, അവൾക്ക് അറിയാവുന്ന ഒരു ലേഡി വേറെ ഏതോ ഒരു അഫെയറിലുണ്ടായിരുന്നുള്ള കാര്യം അലക്സിനോട് ജെയിൻ പറഞ്ഞതായിട്ട്. പക്ഷെ ആ ലേഡി ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ സംശയിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് ഹീറോയിന്റെ ബംഗ്ലാവാണ്. അതിനകത്ത് ഹീറോയിന്റെ ഭർത്താവ് അവൻ ഉറങ്ങാൻ പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ ടിവിയും കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടിവിയിൽ പെട്ടെന്ന് കണക്ഷൻ കട്ടായിട്ട് ഏതോ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ രൂപം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിനുള്ളിൽ നിന്നും അവളുടെ അമ്മ വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നതും ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരിടത്ത് ഓടി ചെല്ലുമ്പോൾ ആ റെനോവേഷൻ നടക്കുന്ന റൂമുണ്ടല്ലോ, അവിടുത്തെ ആ ഒരു സ്ക്രീനിന്റെ പുറകിൽ ഒരു നിഴല്. ഇത് കണ്ട് അവൾ പേടിച്ച് കിച്ചണിലേക്ക് ഓടുമ്പോൾ കിച്ചണിലെ ഒരു കത്തിയിൽ രക്തം പറ്റിയിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ അലറി വിളിക്കുന്നതും അവളുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് എന്തുപറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു കത്തി കാണിക്കാൻ നേരത്താണ് കത്തി അവിടെ കാണുന്നില്ല. അപ്പോൾ ഹീറോ പറയും അല്ല, പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവർ വന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഹീറോയിൻ അവനെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഹീറോയിൻ കണ്ണു തുറക്കുന്നത് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടിട്ടാണ്. എന്താണെന്നറിയാൻ വേണ്ടി അവൾ നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു ടവൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നു. അതേപോലെ തന്നെ ഒരു കുറുക്കനും അടുത്തായിട്ടുണ്ട്. ഹീറോയിൻ ചെന്നിട്ട് ആ ഒരു ടവലിനടുത്തേക്ക് വന്ന് അത് മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് ഒരു കാക്കയുടെ കഴുത്ത് കട്ടായിട്ട് അത് ചത്തു കിടക്കാണ്. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് തന്നെ പേടിച്ച് വീടിനകത്തേക്ക് ഓടിക്കയറും. ഇതിപ്പോ ഹാലുസിനേഷൻ ആണോ അതോ റിയൽ ആയിട്ട് സംഭവിക്കുന്നതാണോ, അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് മരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കണ്ണു തുറക്കുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അടുത്ത് തന്നെ അവളുടെ ഭർത്താവുണ്ട്. എന്തു പറ്റി എനിക്കെന്ന് ചോദിക്കുമ്പോൾ നീ മരുന്ന് കുറച്ച് അധികമായിട്ട് കഴിച്ചു, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ല, ഇന്ന് കഴിക്കേണ്ട 2 ടാബ്ലറ്റ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതും. അത് കഴിഞ്ഞപ്പോൾ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നവർ ഡിസ്ചാർജ് ആയി, എന്നിട്ട് വീട്ടിലാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഹീറോ വന്നിട്ട് പറയും ഓക്കെ, ഞാൻ എന്തായാലും ഫുഡ് വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവൻ പോകുന്നതും അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന സൗണ്ട് എടുത്തു നോക്കുമ്പോൾ അത് പുതിയ മെസ്സേജേ അല്ല. അപ്പോഴാണ് വീടിനകത്തെ ലൈറ്റുകളെല്ലാം ഓഫായിട്ട് ഓൺ ആവുന്നു. ഇത് കണ്ട് പേടിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ അവൾ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഇത്തവണ വീട്ടിലെ ലൈറ്റ് എല്ലാം നോർമലായിട്ട് തന്നെയാണ് കത്തുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും ഇതുപോലെ മരിച്ചുപോയ എൻ്റെ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവൾ സൈക്കാട്രിക് വാർഡിലെ പേഷ്യന്റ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യം പോലീസുകാർക്ക് അറിയാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ പോലീസുകാർ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ, പോലീസ് സ്റ്റേഷനിലേക്ക് ടിപ്പ് ലൈനിൽ നിന്നും വേറൊരാൾ വിളിച്ചിരുന്നു. ഇതുപോലെ ജെയിൻ മരിച്ചിരുന്ന സ്ഥലത്ത് ഹീറോയിൻ പിന്നെയും പോയതായിട്ട് ആരൊരാൾ കണ്ടു. അയാൾ ആ ടിപ്പ് ലൈനിലേക്ക് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പോലീസുകാരി ഹീറോയിനെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല, ഇതൊക്കെ ആരാ നിങ്ങളോട് പറയുന്നത് ചോദിക്കുമ്പോൾ അതൊരു അനോണിമസ് കോളായിരുന്നു, അതുകൊണ്ട് ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അതെ, ഞാൻ 2ാമത് തവണ പോയിരുന്നു, അപ്പോഴെനിക്ക് കിട്ടിയതേ ഇതാണെന്ന് പറഞ്ഞ് അവളുടെ ഇയറിംഗ് ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കും. ഇതെന്റെ ഇയറിംഗ് ആണ്, ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്നു, ഒരെണ്ണം മാത്രം മിസ്സിങ്, ഇതാ ക്രൈം സീനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, ഇതെങ്ങനെയാണ് അവിടെ പോയതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ട്, എനിക്കറിയാം എന്താണെന്ന് പറയട്ടെ. ഇനിയിപ്പോൾ ഹീറോയിൻ തന്നെ ജെയിനെ കൊന്നിട്ട് ആ കാര്യം അവൾ മറന്നുപോയതാണോ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ പോലീസുകാർ ചോദിക്കും അല്ല, ഈ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല, ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് ഹീറോയിൻ പറയും. അപ്പോൾ അവർ ചോദിക്കും
ഓക്കെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തു പറ്റി? ഇല്ല, നിങ്ങളും ജോൺ എന്ന് പറഞ്ഞ ആ ഒരാളും തമ്മിൽ നല്ല അടുപ്പമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുന്നത്. ഹീറോയും പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, ഈ ബംഗ്ലാവിന് ക്രോഫോർഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് റേച്ചല് അവളുടെ ഫാമിലി പേരും ക്രോഫോർഡ് എന്നാണ്, ഇത് കോയിൻസിഡൻസ് ആയിട്ട് നടന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഇല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത് റേച്ചലിന്റെ ഫാമിലിക്ക് സ്വന്തമായിരുന്നു ഈ ബംഗ്ലാവ്. അതുപോലെ റേച്ചലിന്റെ മുത്തശ്ശൻ എന്തോ ഫിനാൻസ് പരമായിട്ട് ഒരു പ്രശ്നത്തിൽ വന്നപ്പോൾ ഈ സ്വത്തെല്ലാം അയാളുടെ കൈവിട്ട് പോവായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ പാരൻസ് ഈ ബംഗ്ലാവ് വാങ്ങിയത്, അങ്ങനെയാണ് എനിക്കിത് കിട്ടിയതെന്ന് ഹീറോയും പറയും. അങ്ങനെ അത് കഴിഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോയ്ക്കും ക്രൈം സീനിൽ നിന്നും ഇതുപോലെ ഹീറോയിന്റെ ഇയറിംഗ് കിട്ടിയുള്ള കാര്യം അവൻ ഓരോ തവണ ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ നല്ല ദേഷ്യം വരുമല്ലോ, നീ എന്തുകൊണ്ടാ ഒരു കാര്യം എന്നോട് പറയാത്തത് എന്ന് അവൻ ദേഷ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഹീറോയിന്റെ ട്രീറ്റ്മെന്റ് വിഷയമായിട്ട് ഡോക്ടർ എന്തോ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, അത് ഹീറോയിന്റെ പെർമിഷൻ ഇല്ലാതെ അവളുടെ ഭർത്താവ് ഓപ്പൺ ചെയ്തു. അതും പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവനോട് ദേഷ്യപ്പെടും. ഇപ്പൊ ആ ലെറ്ററിലുള്ളത് വേറെ ഒന്നുമല്ല, ഡിമെൻഷ്യയുടെ ചില ലക്ഷണങ്ങൾ ഹീറോയിനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് എടുക്കണം എന്നാണ് അതിലുള്ളത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഹോം സെക്യൂരിറ്റി കമ്പനി ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് ഇതുപോലെ കോൺട്രാക്ട് സൈൻ ചെയ്ത അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ട് ഒരെണ്ണം കൂടി അയച്ചു തരാൻ പറയും. അങ്ങനെ അവർ രണ്ടാമതും ഒരു കോപ്പി അയക്കും. ആ കോപ്പിയിലും ഇതുപോലെ ഹീറോയിന്റെ സൈൻ ഉണ്ട്. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും, ഓക്കെ, ഞാൻ തന്നെ ആയിരിക്കും സൈൻ ചെയ്തത് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയിൻ നേരെ പോകുന്നത് സൂസി എന്ന് പറഞ്ഞ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. കാരണം മരിച്ചുപോയ ജെയിനും സൂസിയും ഒരേ ക്ലബിലെ അംഗങ്ങളായിരുന്നു. സൂസിയോട് ചോദിക്കും, അല്ല, ജെയിനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു, അവളുടെ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്, അവളായിരുന്നു അവളുടെ ഫ്രണ്ട്. ഹീറോയിൻ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ, നിന്നെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ റേച്ചലിനോട് പറയാം എന്ന് പറയുമ്പോൾ സൂസി പറയും, ഇല്ല, ആ അക്കൗണ്ടന്റ് പെണ്ണിനെ പറ്റി ഒരിക്കലും റേച്ചലിനോട് സംസാരിക്കരുത്. കാരണം വേറെ ഒന്നല്ല, 2 വർഷങ്ങൾക്ക് മുന്നേ ആ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ലേഡിയുടെ ഭർത്താവിനും റേച്ചലിനും ഒരു അഫെയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റ് ലേഡി അവളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തു എന്നുള്ള കാര്യം സൂസി പറയുന്നതും ഹീറോയിൻ ഇപ്പോഴാണ് റേച്ചലിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. റേച്ചലും ആ ഒരു അക്കൗണ്ടന്റ് ലേഡിയുടെ ഭർത്താവും ഇറ്റലിയിൽ പോയിട്ടാണ് കുറെ ദിവസം കഴിഞ്ഞിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് അവർ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അക്കൗണ്ടന്റ് ലേഡി അവളുടെ ഭർത്താവിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഈ സത്യം അവർ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ റേച്ചലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് ജെയിനും ജോലി ചെയ്യുന്നത്. ഇപ്പൊ അക്കൗണ്ടന്റ് ലേഡിയും ജെയിനും ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ റേച്ചലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ജെയിനിനും എന്തായാലും അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഹീറോയിൻ തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഹൈവേ വഴി പോകുമ്പോൾ ഒരു കാർ നല്ല വേഗതയിൽ ഹീറോയിന്റെ കാറിന്റെ പുറകെ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറെ നേരം അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് ഹീറോയിന്റെ കാറിലേക്ക് ഒരു ഒറ്റയടി അവളുടെ കാർ നിയന്ത്രണമില്ലാതെ റോഡ് വിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വേറെ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഈ കാര്യം ഉടനെ തന്നെ പോലീസിനോട് വിളിച്ച് പറയുകയും ചെയ്യും. തന്നെ ആരോ മനഃപൂർവ്വം കൊല്ലാണ്ട് ശ്രമിച്ചതാണ് എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവ് അവിടേക്ക് വരുമ്പോൾ കാറില് ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതെല്ലാം അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത്, അല്ല, ഇത് കുറെ നാളുകൾക്ക് മുന്നേ ഒരു ട്രക്ക് ഇടിച്ച് സംഭവിച്ച സ്ക്രാച്ച് അല്ലേ, നീ അതിനു മുന്നേ മറന്നുപോയോ? അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല, ഇതെപ്പോ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഹീറോയിൻ അവനെ നോക്കുന്നത്. അപ്പോൾ ഹീറോ പറയും, ഇതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മറവിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സോറി സാർ, ഇതൊന്നും നടന്നതല്ല എന്നും പറഞ്ഞ് ആ പോലീസുകാരനെ പറഞ്ഞു വിട്ട് ഇപ്പോൾ ഹീറോയിനോട് പറയും, ദേ ക്യാസ്, നിനക്കിതുപോലെ ഡിമെൻഷ്യ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും നടന്നതല്ല, നിനക്ക് തോന്നുന്നതാണെന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഹീറോയിനെ എന്തോ പോലെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ആ ഒരു ഹോം സെക്യൂരിറ്റി കമ്പനിയിൽ നിന്നും ഹീറോയിനെ വിളിക്കാണ്. ഇതുപോലെ ഒരു കോൺട്രാക്റ്റും കൂടി അവരുടെ കയ്യിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ കോൺട്രാക്റ്റിൽ അവളുടെ ഭർത്താവാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇൻസ്റ്റാളേഷന് വരുമ്പോഴത്തേക്കാണ് മറ്റൊരു കോൺട്രാക്ട് ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ ഹീറോയിൻ സൈൻ ചെയ്തത് എന്ന് അവർ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതും ഇവിടെയാണ് മറ്റൊരു കാര്യം. ഹീറോ ഇതുപോലെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത കാര്യം ഒരിക്കലും ഹീറോയിനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്നോട് കള്ളം പറഞ്ഞു എന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ വീടിന്റെ മുറ്റത്തായിട്ട് ആ ഒരു കുറുക്കനുണ്ടല്ലോ അത് ചത്തു കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇപ്പൊ കൂടെയാണെങ്കിലോ റേച്ചലും ഉണ്ട്. ഇപ്പോൾ റേച്ചലിനെ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവിന് തനിക്ക് സംശയമുണ്ട്. കാരണം കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത കാര്യം ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വെളിയിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം റേച്ചലിനോട് പറഞ്ഞ് വിഷമിക്കുമ്പോൾ റേച്ചൽ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിക്കൂടെ, അവൻ അഫെയർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഹീറോയിൻ പറയും, പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, എന്റെ കണ്ടീഷൻ ശരിയല്ല, അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ല, നിനക്ക് അഫെയർ ഉണ്ടായിരുന്നോ എന്ന് റേച്ചലിനോട് ചോദിക്കുമ്പോൾ റേച്ചലിന്റെ മുഖം അങ്ങ് മാറും. വേറെ ഒന്നല്ല, സൂസി പറഞ്ഞ ആ ഒരു കാര്യം കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ മറുപടി പറയാതെ റേച്ചല് ബാത്റൂമിലേക്ക് പോവാണ്. ഈ ഗ്യാപ്പില് റേച്ചലിന്റെ ഹാൻഡ് ബാഗ് അവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അതിനകത്ത് റേച്ചൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫോൺ കിട്ടുന്നത്.
അങ്ങനെ അവൾ അറിയാതെ തന്നെ ആ ഫോൺ എടുത്ത് ഹീറോയിൻ ഒളിപ്പിച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ റേച്ചലിന്റെ ഫോൺ എടുത്ത് അതിലെ മെസ്സേജ് ഓരോന്നായിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ടെസ്റ്റ് ഉള്ളത്. ഹീറോയിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയായിട്ട് അഫെയറിലാണ്. അത് വേറെ ആരുമല്ല, റേച്ചൽ തന്നെയാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ ആ അക്കൗണ്ടന്റ് ലേഡിയുടെ ഭർത്താവിനോടൊപ്പം അഫെയറിലുണ്ടായിരുന്ന റേച്ചല് ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിന്റെ ഭർത്താവായിട്ടാണ് അഫെയർ ഉള്ളത്. അതുമല്ല തന്റെ ഭർത്താവും റേച്ചലും തമ്മിലുള്ള ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി ജെയിനിനെ കൊന്നത് ആരാണെന്ന്. അത് വേറെ ആരുമല്ല, അതും റേച്ചൽ തന്നെയാണ്. എന്താന്ന് വെച്ചാല് റേച്ചലും ഹീറോയും ഓഫീസിൽ കുറച്ച് അടുപ്പായിട്ടുള്ള ആ ഒരു കാര്യം ജെയിൻ എങ്ങനെയോ കണ്ടു. അപ്പോൾ ജെയിൻ ആ കാര്യം കണ്ടെന്ന് ഹീറോയും അതേപോലെ തന്നെ റേച്ചലും കണ്ടിരുന്നു. അതുമല്ല അന്നാണ് ബ്ലാക്ക് വാട്ടർ ലെയിനടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അതെന്തായാലും ജെയിനെ കാണാനാണ് ഹീറോയിൻ പോകുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ഭർത്താവ് നീ എന്തായാലും തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ കാട് വഴി പോകണ്ടെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞത്. അതുമല്ല അന്ന് തന്നെ ജെയിനെ റേച്ചൽ കൊന്നതിന് ശേഷം ഹീറോയിൻ അതുവഴിയെ കാറിൽ പോകുന്ന കാര്യവും അവൾ കണ്ടിരുന്നു. അതുമല്ല റേച്ചല് അവളെ കൊന്ന ആ ഒരു കത്തിയുണ്ടല്ലോ, ആ കത്തി ഹീറോയിന്റെ വീട്ടിലെ ആ ഒരു ഗാർഡൻ ഏരിയയിലാണുള്ളത്. ഇപ്പൊ ആ കാര്യവും ഹീറോയിൻ കണ്ടുപിടിക്കും. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ, അവളുടെ കൈ കത്തിയോണ്ട് മുറിച്ചിട്ട് അവൾ സോഫയിലും കിടക്കും. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് അവളുടെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ, അവൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഡോറിൽ തട്ടുന്നു. ഇവൻ എന്തുകൊണ്ടാണ് ഈ സമയത്തെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും വന്ന സമയം നന്നായി. ഇപ്പൊ അകത്തുനിന്ന് ആരും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൻ ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഹീറോയിന്റെ ദേഹം മുഴുവൻ രക്തമായിട്ട് കിടക്കുന്നതാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നു. പോലീസ് ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നതും ഹീറോ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നു. അല്ല എന്ത് പറ്റിയെന്ന് ആ പയ്യനോട് ചോദിക്കുമ്പോൾ മേഡത്തിന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അവൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഹീറോയും അതേപോലെ തന്നെ റേച്ചലുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരു ടോർച്ച് ലൈറ്റും എടുത്ത് ഈ ബംഗ്ലാവിനകത്തേക്ക് കയറാണ്. വേറെ ഒന്നല്ല, ഹീറോയിന്റെ കയ്യിൽ തന്നെ ആ ഒരു ഫോൺ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് എങ്ങനെയോ മനസ്സിലായി. അതുപോലെ ജെയിനിന്റെ കൊലപാതകത്തിലെ ആകെയുള്ള തെളിവ് ആ ഫോണിലുള്ള മെസ്സേജ് മാത്രമാണ്. അത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അകത്താവും. അങ്ങനെ രണ്ടുപേരും ടോർച്ചും കൊണ്ട് ഇതിനകമെല്ലാം അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വീടിനകത്തുള്ള ലൈറ്റുകളെല്ലാം ഓണാവുന്നു. അതുമല്ല ആ ഒരു റെനോവേഷൻ വർക്ക് എടുക്കുന്ന ആ ഒരു റൂമിലെ സ്ക്രീനിന്റെ പുറകിലായിട്ട് ഹീറോയിൻ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ ഭർത്താവ് പെട്ടെന്ന് ഷോക്കാവുന്നതും പുറകിലൂടെ വന്ന ജോൺ ഉണ്ടല്ലോ, അവൻ വന്ന് ഹീറോയെ അങ്ങ് പിടിക്കും. അങ്ങനെ ഇവര് രണ്ടുപേരും പിടിയും വലിയാവുന്നതും പുറകിലൂടെ റേച്ചല് ഒരു കമ്പി എടുത്ത് ജോണിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ അവൻ താഴെ വീഴുമ്പോൾ ഇപ്പോൾ ഹീറോയും റേച്ചലും ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ പിറകെ പോവാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവും, കൈ കട്ട് ചെയ്ത ഹീറോയിൻ ഹോസ്പിറ്റലിൽ പോയോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കും ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അങ്ങനെ കുറെ ദൂരം പോയ നമ്മുടെ ഹീറോയിനെ റേച്ചലെ ഒന്ന് പിടിക്കുന്നതും ഇവര് രണ്ടുപേരും താഴെ കിടന്നിട്ട് നല്ലതുപോലെ അടിയാവുന്നു. അവസാനം പുറകിലൂടെ വന്ന ഹീറോയിനെ പിടിച്ചിട്ട് ഇപ്പൊ അവസാനം ഹീറോയിനെ നേരെ ആ ബംഗ്ലാവിനകത്തേക്ക് ഇവർ കൊണ്ടുപോവാണ്. എന്നിട്ട് ഒരു കസേരയിൽ കെട്ടിയിടും. അതുപോലെ ജോണിന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും പ്ലീസ് നിങ്ങൾ ആംബുലൻസിൽ വിളിക്കണം, അവന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ റേച്ചൽ ചോദിക്കും എന്തു പറ്റി, നീ അവന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഹീറോയിൻ പറയും എന്റെ ഭർത്താവായിട്ട് ബന്ധമുള്ളത് നിനക്കാണ്, എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം എന്ന് പറയുമ്പോൾ റേച്ചൽ പറയും നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, നിന്റെ തലയ്ക്കകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുമില്ല, നീ പറയുന്ന കള്ളം ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ റേച്ചലും ഹീറോയിനും കുട്ടിക്കാലം മുതൽ തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ റേച്ചലിന് മാത്രം ഹീറോയിനോട് നല്ല അസൂയായിരുന്നു. കാരണം ഇവരുടെ ഫാമിലിയിലുള്ള കാര്യമായിരുന്നു ഈ ഒരു വലിയ ബംഗ്ലാവ്. അത് ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. അത് ഹീറോയിന്റെ ഫാമിലി വാങ്ങിയതിന് ശേഷം ആ അസൂയ പിന്നീട് ഒരു ദേഷ്യമായി മാറി. അതുമല്ല ഇപ്പോൾ എല്ലാ കുറ്റവും ഹീറോയിന്റെ മേളിൽ ഇടാൻ വേണ്ടി റേച്ചല് കത്തിയെടുത്ത് ഹീറോയെ ഒരു ഒറ്റ കുത്ത്. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പോലീസുകാരി മറ്റു പോലീസുകാരായിട്ട് അകത്തേക്ക് വരുന്നു. എന്നിട്ട് റേച്ചലിനെ അറസ്റ്റ് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ റേച്ചൽ പറയും ഇല്ല മേഡം ഞാനല്ല, ഹീറോയിനാണ് ഭയങ്കര വയലന്റ് ആയത്, ഞാനല്ല ഇത് ചെയ്തത്, അവൾക്ക് ഭ്രാന്ത് കാരണം അവൾ അങ്ങനെ ചെയ്താന്നല്ല പറയുമ്പോൾ ആ പോലീസുകാരി ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. കാരണം അവരും കുറെ സത്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. എന്താന്ന് വെച്ചാൽ ഹീറോയ്ക്കും റേച്ചലിനും ഉണ്ടായിരുന്നത് ഒരിക്കലും അഫെയർ അല്ല, പകരം ഹീറോയ്ക്കും കല്യാണം ആവുന്നതിന് മുന്നേ തന്നെ റേച്ചലും ഹീറോയും തമ്മിൽ അറിയാമായിരുന്നു. എന്താന്ന് വെച്ചാൽ റേച്ചല് കമ്പ്യൂട്ടർ കോഴ്സിംഗ് പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിലാണ് ഹീറോ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നത്. ഇവിടെയാണ് അടുത്ത ഒരു 1.5 ടെസ്റ്റ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. എന്താന്ന് വെച്ചാല് ഹീറോയിന്റെ അമ്മ മരിച്ച് അവൾക്ക് മാനസികമായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഹീറോയിനെ കല്യാണം കഴിച്ചത്. അതിലൂടെ ഇവർ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഹീറോയിന് ഡിമൻഷ്യ ഉണ്ട് എന്ന് അവളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവസാനം അവളെ കൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഹീറോയിൻ മരിച്ചു കഴിഞ്ഞാലേ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടിയ ആ ഒരു ബംഗ്ലാവും ഈ സ്വത്തുക്കളെല്ലാം ഹീറോയ്ക്ക് കിട്ടും. അങ്ങനെ അവന് കിട്ടിക്കഴിഞ്ഞാല് അത് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്നാണ് റേച്ചൽ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇതിനിടയിൽ ഇവർ രണ്ടുപേർക്കും തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്നുള്ള കാര്യം ജെയിൻ കണ്ടതും ഇവരുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് ജെയിനെ കൊല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ അവിടെയും അവര് കാര്യം ചെയ്തു. അവര് ജെയിനെ കൊന്നിട്ട് ആ ഒരു കുറ്റവും നമ്മുടെ ഹീറോയിന്റെ മേളിൽ തന്നെ ഇടാം എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഇയർ റിങ്
ഹീറോ തന്നെ എടുത്ത് റേച്ചലിന്റെ കയ്യിൽ കൊടുത്ത് അത് നേരെ ആ ഒരു ക്രൈം സ്പോട്ടിൽ ഇവർ കൊണ്ടിട്ടതും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹീറോയിൻ ആ ഒരു സ്ഥലത്തേക്ക് പോയെന്ന് ആരോ ഒരാൾ വിളിച്ചു പറയുന്നല്ലോ ടിപ്പ് ലൈനിൽ. അത് ചെയ്തതും ഇവർ തന്നെയായിരുന്നു. കാരണം സംശയം മുഴുവൻ നമ്മുടെ ഹീറോയിന്റെ മേലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്തത്. അതുമല്ല, കൊല നടന്ന ആ ഒരു ദിവസം റേച്ചല് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വന്നെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് കള്ളമായിരുന്നു. ആ കാര്യം ഈ പോലീസുകാർ കണ്ടുപിടിച്ചു. അതുമല്ല, ഹീറോയിൻ ഒരിക്കലും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറരുത്. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ മൈൻഡ് ആകെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഈ വീടിനകത്ത് ഇതുപോലെ റെനോവേഷൻ നടക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു കവർ ഇട്ട് അവളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു നിഴൽ രൂപം, പിന്നെ അവളുടെ അമ്മയുടെ ശബ്ദം, ഇതെല്ലാം വരുത്തിച്ചതും എല്ലാം റേച്ചലും ഹീറോയും കൂടി പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു. അതുമല്ല, അന്ന് ബാത്ത് ടബില് ഹീറോയിനെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കിയത് റേച്ചലായിരുന്നു. കൂടാതെ ഇതെല്ലാം ഹീറോയിൻ എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാല് ഹീറോയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിനകത്ത് ഒരു സ്പൈ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ ഹീറോയിൻ കണ്ടുപിടിച്ചു. അതിലൂടെയാണ് ഹീറോയിന് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും പിടിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ചെയ്തൊരു ഡ്രാമ മാത്രമായിരുന്നു ഈ കൈ മുറിക്കുന്നത്. അല്ലാതെ അവൾ ഒരിക്കലും അത് കാര്യമായിട്ട് ചെയ്തതല്ല. ഇപ്പൊ മനസ്സിലായല്ലോ അവൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോവാത്തതെന്ന്. അപ്പോൾ ഹീറോയിൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാമറയിലൂടെ ഇവർ രണ്ടുപേരും അത് മനസ്സിലാക്കി ഫോൺ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വരുമെന്ന് ഹീറോയിൻ അറിയാമായിരുന്നു. അപ്പോൾ ഈ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയിനെ സഹായിച്ചത് ആ ലേഡി ഡിറ്റക്റ്റീവ്, അവളുടെ സുഹൃത്ത് ജോൺ, പിന്നെ ആ സ്റ്റുഡന്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതോടുകൂടി അവസാനം ഹീറോയിൻ അലക്സിനെ കണ്ട് അവന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ സത്യം അവനോട് പറയുന്നതും ജെയിൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ കൊലപാതകത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവസാനിച്ചു. അതുമല്ല, റേച്ചൽ കത്തി കൊണ്ട് ഹീറോയെ കുത്തിയത് കൊണ്ട് തന്നെ ഹീറോ മരിച്ചു. എന്തായാലും അവൻ ഇവളെ യഥാർത്ഥമായിട്ടല്ല ഒരിക്കലും സ്നേഹിച്ചത്, പക്ഷെ ഹീറോയിൻ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു സുഹൃത്തിനെയും അവൾക്കിപ്പോ നഷ്ടപ്പെട്ടു, റേച്ചൽ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയോ? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകൾ ഈ മൂവിയിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം കമന്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ മൂവീസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.